ഇപ്പോഴും ഇന്ത്യയിൽ ലെസ് ദാൻ 5% ആൾക്കാർ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പലരും ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രേഡിംഗ് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷേ വളരെ മഹത്തരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഒരുവിധം ആളുകൾക്കും അറിയാത്തൊരു പരിപാടി. അല്ലെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് എന്താ പറയുക, ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നുള്ള സംഗതി മാത്രമാണ് അറിയുള്ളൂ. എക്സാക്ട്ലി. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബോണ് എന്ന് പറയുന്ന സംഗതി ഇക്വിറ്റി ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ നമ്മളുടെ നാട്ടുകാർ കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ടാണ് ആട്, തേക്ക്, മാഞ്ചിയം, അത് കഴിഞ്ഞിട്ട് വേറെ മോറിസ് കോയിൻ, ഇപ്പം മറ്റേ വേറെ അങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ജഡ്ജിമാർ വരെ ശരിക്കും ഇതിൽ അതെ, നിങ്ങൾക്ക് ലോണുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീർത്തു തരാനുള്ള ഒരു എന്താ പറയുക, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ വികാരം കാണിച്ചിട്ട് കാര്യമില്ല. സാർ, ഇപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാം, ഇപ്പോൾ വോയിസ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ട്രേഡർ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഒരു ട്രേഡറിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഇന്ത്യയിൽ ലെസ് ദാൻ 5% ആൾക്കാർ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പലരും ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രേഡിംഗ് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷേ വളരെ മഹത്തരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ബാങ്കിൽ എത്ര നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും പെർ ആനം? ഹാർഡ്ലി 7%, 8%, മാക്സിമം 8% അത്ര ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ, നമുക്ക് കിട്ടുള്ളൂ. അതിന് നമ്മൾ ടാക്സും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ 2025 ഏപ്രിൽ 11 തീയതി എന്ന് വിചാരിക്കുക. 2026 ഞാൻ ഏപ്രിൽ 15 തീയതി പൈസ എടുക്കുമ്പോൾ 1 lakh അവിടെ ഉണ്ടാവും. പക്ഷേ 1 lakhന്റെ മൂല്യം അവിടെ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ, അതായത് 6%, പണപ്പെരുപ്പം എന്ന് പറയും. ശരിയല്ലേ? പക്ഷേ നമ്മളെന്താണ്, മുമ്പ് നമുക്കെന്താണ്, ഒരു ഈ പറഞ്ഞിട്ട് 100 രൂപയാണെങ്കിൽ പുറത്ത് പോയിട്ട് വരാൻ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇന്ന് 500 രൂപയുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റില്ല. ഗൂഗിൾ പേ ഉണ്ടെങ്കിലും ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ടെൻഷനാണ്. ഒരു വളരെ പറഞ്ഞാൽ ഒരു 2020 വേണമെങ്കിൽ നമ്മളിവിടെ ബൃന്ദാവൻ ഒരു മസാല ദോശ കഴിക്കണമെങ്കിൽ എത്ര രൂപ വരും? ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ. സെയിം ഹോട്ടലിൽ പോയിട്ട് നമ്മളൊരു മസാല ദോശ കഴിക്കണമെങ്കിൽ 75 തൊട്ട് 80 രൂപ വരെ മിനിമം പറയാം. എബോ അതും കൊടുക്കേണ്ടി വരും. സോ പണത്തിൻ്റെ മൂല്യം, അതായത് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ട്, അപ്പോൾ അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിന് ഇനിയുള്ള കാലത്ത് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വെൽ റെഗുലേറ്റ് ആയിട്ടുള്ള, കാരണം ഫോറിൻ കൺട്രീസ് ഓൾറെഡി അവർ വളരെ രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും ആൾക്കാർ ലെസ് ദാൻ 5% ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുള്ളൂ. ഏറ്റവും പുതിയ കണക്ക്, ഏറ്റവും പുതിയ അതല്ല, ലാസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഡിമാറ്റുകൾ 90% അല്ലേ ആഫ്റ്റർ കൊറോണ വന്നിട്ടുള്ളത് അല്ലേ? ഇന്ത്യയിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടുകൾ 90% ആഫ്റ്റർ കൊറോണ വന്നിരിക്കുന്നത്. കാരണം അപ്പോഴാണ് അവർ നോക്കിയത്, എനിക്കൊരു സെക്കൻഡ് ഇൻകം വേണം എന്നുള്ളൊരു തോന്നലാണ് പല ആൾക്കാർക്ക്. മുമ്പ് അറിയാം, ഇഷ്ടം പോലെ ഫ്രീ ടൈം കൂടി, അതും കൂടെ പറയേണ്ടത്. കാരണം 2007 ഞാൻ ഈ ഫീൽഡിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് 2007 വരുന്ന സമയത്ത് ഇതിനാദ്യം വേണ്ട KYC പാൻ കാർഡ് നമുക്ക് വേണമായിരുന്നു. അപ്പോൾ പലർക്കും നമ്മൾ പറഞ്ഞപ്പോൾ പാൻ കാർഡ്, അയ്യോ എന്തിനാണത്, ഇത് എനിക്ക് എന്തിനാണ് പാൻ കാർഡ്, എന്നെ ഇൻകം ടാക്സ് വരില്ലേ? ആ സമയത്തിന് എഡ്യൂക്കേഷൻ തുടങ്ങിയല്ല, ഇത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് പതുക്കെ അവബോധം വന്ന് ഇപ്പോഴും ആൾക്കാർക്ക്, ഇപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഫ്രീ ആയിട്ട് കൊടുക്കും. പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഇത് അറിയുന്നില്ല. ഒരു സിംപ്ലി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ SBI ബാങ്കിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിനെ നമുക്ക് വിശ്വാസമാണ്, ശരിയല്ലേ? പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ബാങ്കിൻ്റെ ഷെയർ നമ്മൾ വാങ്ങിക്കുന്നില്ല? നമുക്കറിയാം ആ ബാങ്കിനെ നമുക്ക് വിശ്വാസം, SBI ആയിക്കോട്ടെ, കാനറ ബാങ്ക് ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ, ആ ബാങ്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ മണി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് അവരെന്തുകൊണ്ട് ആ ഒരു ബാങ്കിൻ്റെ ഷെയർ വാങ്ങിക്കില്ല? സിമ്പിൾ എല്ലാവർക്കും അത് ചോദിക്കുക, സാറിന് ഈ ഒരു ബാങ്ക് അല്ലെങ്കിൽ മാഡത്തിന് ഈ ബാങ്കിന് ട്രസ്റ്റാണ്, നമ്മൾ മന്ത്ലി കൊണ്ടുപോയിട്ട് അവിടെ FD ഇടുന്നത് ചെയ്യുന്നത്. പക്ഷേ എല്ലാ മാസവും നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റുള്ള ബാങ്കിൻ്റെ ഒരു ഓഹരി എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടാ? സോ അവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം പൈസ ഇട്ടൊന്നുമില്ലെങ്കിൽ SBI അക്കൗണ്ട് അല്ലെങ്കിൽ FD ഇടും, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ്. എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേൺ എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ സാക്ഷരത ലിറ്ററസി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ 1 ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ ലിറ്ററസിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്ര നമ്പർ 1 അല്ല എന്നുള്ള. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഒരുവിധം ആളുകൾക്കും അറിയാത്തൊരു പരിപാടി. അല്ലെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് എന്താ പറയുക, ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നുള്ള സംഗതി മാത്രമാണ് അറിയുള്ളൂ. എക്സാക്ട്ലി. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബോണ് എന്ന് പറയുന്ന സംഗതി ഇക്വിറ്റി ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഓപ്ഷൻസിൽ F&Oയിൽ നമുക്ക് ലിവറേജ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് ഇതേ ലിവറേജ് അല്ലെങ്കിൽ ഇതിനനുസൃതമായിട്ടുള്ള ലിവറേജ് നമുക്ക് പിന്നെ സ്റ്റോക്കുകളിലും കിട്ടുന്നുണ്ട്. പ്ലസ് സ്റ്റോക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ ലോസിനെ കൺട്രോൾ ചെയ്തിട്ട്, അതായത് വളരെ മിനിമം ലെവലിൽ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാം. എല്ലാ ട്രേഡറും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ നിന്നാണ്. ഈ വക കാര്യങ്ങളിൽ, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ നമ്മളുടെ നാട്ടുകാർ കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ടാണ് ആട്, തേക്ക്, മാഞ്ചിയം, അത് കഴിഞ്ഞിട്ട് വേറെ മോറിസ് കോയിൻ, ഇപ്പം മറ്റേ വേറെ അങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്നുള്ളൊരു അഭിപ്രായം എനിക്ക്. അതുകൊണ്ട് തന്നെയല്ല ഇപ്പോൾ ജഡ്ജിമാർ വരെ ശരിക്കും ഇതിൽ അതെ. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ഇന്ന് സംസാരിച്ചപ്പോൾ സാർ അത് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സ്കാമിൽ പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെടട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, ടു ബി ഫ്രാങ്ക്. തീർച്ചയായിട്ടും
നമ്മുടെ ആർത്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെ ഇപ്പം നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് ഒരാൾക്ക് എത്ര പൈസ വേണം? ഇപ്പം ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഞാനിപ്പം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലോണുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം മേ ബി നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, വീട് പണയത്തിലാണ്, വീട്ടിലാരെങ്കിലും സുഖമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ശരിയാ, ബട്ട് ഇതൊന്നും മാർക്കറ്റിന് അറിയണ്ട. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീർത്തു തരാനുള്ള ഒരു എന്താ പറയുക, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ വികാരം കാണിച്ചിട്ട് കാര്യമില്ല. അതെ അതെ, അത് പ്രോസസ്സ് ചെയ്ത് വെച്ച് അതൊരു സിസ്റ്റമാണ്, അത് അങ്ങനെ പോവുള്ളൂ. സോ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിന് അറിയണ്ട. ആദ്യം അത് ചിന്തിച്ചാൽ മതി. എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാർക്കറ്റിന് അറിയണം, എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ഏക വഴി ട്രേഡിംഗ് ആണ്, ഏക വഴി മാർക്കറ്റാണ്. ആൻഡ് ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ F&Oയിൽ പോയി ട്രേഡ് ചെയ്യണം. ഇതാണ് ആളുകളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നത്. സോ ആദ്യം കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും മാർക്കറ്റിന് അറിയേണ്ട കാര്യമില്ല. എൻ്റെ ആവശ്യമാണ് മാർക്കറ്റിൻ്റെ കൂടെ പോകാന്നുള്ളത്, അല്ലാണ്ട് മാർക്കറ്റിന് ഒരിക്കലും എൻ്റെ കൂടെ വരേണ്ട കാര്യമില്ല. സോ ഈ ഒരു രീതിയിൽ ചിന്ത ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ചെറിയൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ലോട്ടറി എടുക്കുന്ന പൈസ, അല്ലെങ്കിൽ മാസാമാസം വെറുതെ ഒരു ദിവസത്തെ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് എന്താണോ അത് മതിയെന്നേ. ഒരുപാടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. എസ്പെഷ്യലി ഈ സമയത്ത്, കാരണം മാർക്കറ്റ് നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പം നമുക്ക് SIP ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് അക്യൂമുലേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാത്തിനും പറ്റിയിട്ടുള്ള സമയമാണ്. ആൻഡ് ഈവൻ ദോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ കുറച്ച് നിഫ്റ്റി ബീസെങ്കിലും വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഗോൾഡ് ബീസ് വാങ്ങിച്ചിട്ട്, അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി തരുള്ളൂ. ഒരു ദിവസം നിങ്ങൾ കളയുന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ, ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു 10% ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ തന്നെ അറിയാണ്ട് നമുക്കൊരു കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റാണ്, ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മൾ തന്നെ അറിയാണ്ട് ഇതേ ഒരു മാർക്കറ്റ് 27,000 വീണ്ടും എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു പ്രോഫിറ്റ് നമ്മളുടെ കയ്യിലുണ്ടാവും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.